അതൊന്നും പേടിയില്ലേ. അവിടെ മൊത്തം കവറായി. അവിടെ ഒന്നും കാണാനില്ലേ. മഞ്ഞ് മൊത്തം അങ്ങോട്ടാ പോണത്. ആ വണ്ടികളൊക്കെ നേരെ മഞ്ഞിൻ്റെ ഉള്ളിലേക്ക് പോണത്. ഹംപി ഈ കാട്ടുകൂടെ പോണതിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ. കാണുന്ന മുളകളൊക്കെ ഇല്ലേ, ഇതൊക്കെ ഇതിൻ്റെ ആയുസ് ആന പെണ്ണ അവിടെ ഒരു ആഘോഷിക്കണ നോക്കി. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അട്ടപ്പാടി ടു ഹംപി ആട്ടാ. ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു വെള്ളച്ചാട്ടം കേട്ടോ. അത് ചെറുതാ, പക്ഷേ ശരിക്കും അത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കാണാൻ. നല്ലൊരു വെള്ളച്ചാട്ടാ. നല്ല തണുപ്പ് കൂടെ എത്തിയപ്പോൾ. വെക്കേഷൻ ടൈം ആയ കാരണം എല്ലായിടത്തും തിരക്കാൻ തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് കർണാടകയിലൊക്കെ ഈ ദസറയുടെ പരിപാടി നടക്കണായിരുന്നേ ഫുള്ള് തിരക്കായിരിക്കും. നോക്കി നോക്കാം. ഇതവിടെ നിന്നുള്ള വ്യൂ കേട്ടോ. നോക്കി ഫുള്ള് തെങ്ങും തോട്ടം കവുങ്ങും തോട്ടം മാത്രം കാണാമല്ലോ. ഇത് കാണുന്ന മുളകളൊക്കെ ഇല്ലേ, ഇതൊക്കെ ഇതിൻ്റെ ആയുസ് ആന പെണ്ണ അവിടെ കണക്കി. ഇവിടെ സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്നതാട്ടാ. ഈ ചുരത്തിൻ്റെ മുകളിൽ ഫുൾ ടൈം ആന ഇറങ്ങുന്ന സ്ഥലമാണ് പറഞ്ഞിട്ടുള്ളത്. ആ കണ്ട മുളകളൊക്കെ ഇല്ലേ, അതൊക്കെ ആയുസ് കഴിഞ്ഞിട്ടുള്ളതാട്ടാ. ഇപ്പം നമ്മളുള്ളതില്ലേ തമിഴ്നാട്ടിലാട്ടാ, നീലഗിരി ഡിസ്ട്രിക്റ്റിലുള്ളത്. നമ്മൾ നീലഗിരി ഡിസ്ട്രിക്റ്റിനെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ മേപ്പാടി കയറിയിട്ട് അങ്ങനെ വയനാട് കയറി പോകാനാ സംഭവം. ഇവിടുന്ന് ഗൂഡല്ലൂർക്ക് ഇവിടുന്ന് 12 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. 12-22 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിപ്പോൾ ഉള്ളത് നീലഗിരിയിലെ തമിഴ്നാട്. ഇവിടുന്ന് വീണ്ടും കേരളം, പിന്നെ അവിടുന്ന് കർണാടക, അങ്ങനെ പോകുന്നത്. അതായത് മഴ പെയ്യുന്നുണ്ട്. ഫുള്ള് കോടമഞ്ഞ് ഇറങ്ങിയിട്ടാ ഈ ഏരിയ. നിങ്ങൾ എത്രത്തോളം കാണുന്നത് എനിക്കറിയില്ല. ഈ ഏരിയ മൊത്തം കോടമഞ്ഞ് ഇറങ്ങി എടുക്കുക. കണ്ട ഫുള്ള് കോട ഇറങ്ങി തുടങ്ങി. മഴ പെയ്യുന്നുണ്ടോ, നല്ലപോലെ മഴ പെയ്യുന്നുണ്ട്. കോട ഇറങ്ങി വരുന്നേക്ക് സീൽ പോലെ. നിങ്ങൾ നോക്കിയേ, കോടമഞ്ഞിറങ്ങില്ല കേട്ടോ. ഫുള്ള് കോട. ഞാൻ നിൽക്കണ ഏരിയ മൊത്തം കോട കേട്ടോ. പക്ഷേ ഈ ഭാഗത്ത് മഴ പെയ്തില്ലേ, ഇതൊന്നും കാണാനില്ലേ. ഫുള്ള് തേയില തോട്ടം അവിടെ, ഇതൊന്നും കാണാനില്ലേ. കണ്ടാ താഴത്തേക്ക് മൊത്തം തേയില തോട്ടം, പക്ഷെ ഒന്നും കാണാനില്ലേ. ഫുള്ള് കോട ഇറങ്ങിയിട്ട് നോക്കി മൊത്തം മൂടി കെട്ടി. ഇവിടെ മഴ പെയ്യില്ലടാ. ഞാൻ നിന്ന ഭാഗത്ത് മാത്രമാണ് വരുന്ന വഴിക്ക്. എൻ്റെ മോനെ പോളേക്ക് ബജ്ജി പോളേക്ക്. അവിടെ മൊത്തം കവറായി. അവിടെ ഒന്നും കാണാനില്ലേ. മഞ്ഞ് മൊത്തം അങ്ങോട്ടാ പോണത്. ആ വണ്ടികളൊക്കെ നേരെ മഞ്ഞിൻ്റെ ഉള്ളിലേക്ക് പോണത്. നോക്കിയത് നിങ്ങള് എൻ്റെ പോലെ എന്ത് ഭംഗിയാണല്ലേ. ലാൻഡ് സ്ലൈഡിങ് ഒക്കെ നടക്കുന്നുണ്ട് ഇടയില്. ഇനി പോയി നമ്മളെത്ര സിറ്റി റൈഡ് അടിച്ചാലും ഈ കാട്ടുകൂടെ പോണതിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ. ഫോറസ്റ്റ് കൂടെയുള്ള മറ്റേ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, ഈ മഞ്ഞ് മൂടിയതാണെങ്കിലും അല്ലെങ്കിൽ ഈ ക്ലൈമറ്റ് കിട്ടുന്നത്, അതൊരു വേറെ ഫീലാ. ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് പോലും എനിക്കറിയില്ലേ. പക്ഷേ രക്ഷയില്ലേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഈ വഴി നൈറ്റാ. അതുള്ളത് ആലോചിക്ക്. വിഷയ സ്ഥലം പോലെ ഏത് നിമിഷം നമുക്കിവിടെ ആനനെ സ്പോട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഫുള്ള് തേക്ക്, നടുക്ക് റോഡ്, തേക്കും കട. അത് ഇട്ടില്ല സ്ഥലം ഉണ്ട്. അത് കാണുന്ന മൊത്തം കാപ്പി കേട്ടോ. എന്തോരം കാപ്പി കൃഷി നോക്കിയാൽ നിങ്ങൾ. ഫുള്ള് നോക്കിയ കാപ്പി അത് ഈ കാണുന്നത് മൊത്തം. നമ്മൾ പോണ റോഡ് തന്നെ റോഡിലാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാനതിനെ കണ്ടത്. രണ്ടെണ്ണത്തിന് ഈ പ്രാവശ്യം കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് നോക്കി നോക്കാം. ഞാൻ നല്ല ലേറ്റായിട്ട് വന്നത്. രാത്രി ഏകദേശം ഒരു 9 മണി 9:30 ആയിട്ട് ഞാൻ റോഡ് കൂടെ പോകുമ്പോൾ നൈറ്റ്. ശരിക്കും ബോർഡർ അത് ഇത് 24 മണിക്കൂർ ഓപ്പൺ ആയി കിടക്കും. തോൽപ്പെട്ടി റോഡ്
ഇപ്പോൾ 24 മണിക്കൂർ മറ്റോടത്ത് അടയ്ക്കുന്ന പോലെ ഇവിടെ അടക്കില്ലേ, ഇവിടെ 24 മണിക്കൂർ ഓപ്പൺ ആയിരിക്കും. അപ്പം അതുകൊണ്ട് നൈറ്റ് വലിയ വണ്ടികളൊക്കെ ഈ റൂട്ട് തന്നെ പോകാറ്. കടത് നോക്കി ഒക്കെ മോള് ഏറുമാടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേറെ എത്ര ഏറുമാടം കണ്ടെന്ന് പറഞ്ഞു. ഇവിടെ തന്നെ ഉണ്ട് ഇപ്പോൾ 2 ഏറുമാട. ഇതൊക്കെ ഗോത്രക്കാർ താമസിക്കുന്ന വീടുകളാട്ടോ. നടുക്കാട്ടിലാട്ടോ അവർ താമസിക്കണത്. ഇതൊക്കെ ഇത് ഈ കാണുന്നത് മൊത്തം തേക്കും കാടാട്ടാ, ഫുള്ള് തേക്കും കാട് വീട് കണ്ടോ. ഇതിനകത്ത് ആനകളുടെ ഭീഷണി ആയിരിക്കില്ലേ മാന്. കാണിച്ചര എത്രത്തോളം കാണാണ്ടെന്ന് അറിയില്ല. നോക്കി കഴിഞ്ഞാൽ കാണാം. ഇതാ കാണുന്നു ഒക്കെ ഒന്ന് മേഞ്ഞോണ്ട് മരത്തിന്റെ കളറും മാന്റെ കളറൊക്കെ ഒരേപോലെ കാരണം മനസ്സിലാവില്ലേ. എന്താണ് ഹംപി 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 പോവാ. ആ ഹംപിരിക്കാ ഞാനും വരട്ടെ ഒറ്റയ്ക്കുള്ളത്. ഇതിനൊന്നും പേടിയില്ലേ? വീട്ടിലുള്ള നാട്ടുകുടി നിൽക്കണ പോലെയുള്ള നിൽക്കണത് പറമ്പില്. ഇനി ഇവിടുന്ന് മൊത്തം കാണുന്ന കാഴ്ചകൾ മൊത്തം കാപ്പിയായിരിക്കട്ടാ. ഫുള്ള് കാപ്പി കൃഷി ഏരിയയില് ഒരു കുന്ന് മാനാഞ്ചേരട്ടാ. എണ്ണതിയില്ല അത്രയ്ക്കധികം മാണ്ട്. 1-2 അല്ല, ഒരുപാടെണ്ണം ഉണ്ട്. ഒന്നും പേടിയില്ലേ? എന്തോരം മാന എൻ്റെ മോനെ ആട്ടുംകുട്ടികൾ നിങ്ങളെ കേൾക്കണത്. നിങ്ങൾ പേടിയില്ല നോക്കി. ആ ഓട്ടോമാര് ഹോണടിച്ച് ഓടിപ്പിച്ചൊക്കെ തന്നെ. നല്ല രസമല്ലേ കാണാൻ? ഇവിടെ നിന്ന് വാഹന പൂജ ആയുധ പൂജ കേട്ടോ. ഇവര് ആഘോഷിക്കണ നോക്കി. വാഹന പൂജ മോനെ ഓട്ടോ സ്റ്റാൻഡുകാരെ പരിപാടിയാ തോന്നുന്നുണ്ട്. അമ്പലത്തില് പരിപാടിയാ. ദസറയുടെ ഭാഗമായിട്ടുള്ളതാ.